الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى اله واصحابه ومن اهتدى بهداهم الى يوم الدين. اما بعد فان اصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. فقد قال الله سبحانه وتعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും സൂക്ഷിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും അതർഹിക്കുന്ന പ്രാധാന്യത്തിൽ, ഗൗരവത്തിൽ ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഈ ആയുസ്സിൽ വളരെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് സംവിധാനിച്ചു വെച്ചിട്ടുള്ള സ്വർഗത്തിലേക്ക് എത്തുവാനുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യേണ്ടത്. എന്നാൽ ആ വിശാലമായ സ്വർഗാനുഗ്രഹങ്ങളെ തങ്ങളുടെ പ്രവർത്തനം കൊണ്ട് നഷ്ടപ്പെടുത്തി കളയുന്ന ആളുകൾ മഹാനഷ്ടക്കാരാണ്. അത്തരം ആളുകളിലൂടെ വരുന്ന ചില പ്രവർത്തനങ്ങളെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ഗീബത്തും നമീമത്തും അതുപോലെ തന്നെ ഹൃദയരോഗങ്ങളുമെല്ലാം മനുഷ്യനെ നരകത്തിലേക്ക് എത്തിക്കുന്നതാണ്, സ്വർഗം നഷ്ടപ്പെടുത്തുന്നതാണ്. ഇന്ന് സമൂഹത്തിൽ കണ്ടുവരുന്ന ഒരു ദുഷിച്ച സ്വഭാവം, അത് വിശ്വാസികളായ ആളുകൾക്കകിലം ആ രോഗത്തിന്റെ അടിമകളാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ലാ യദ്ഖുലുൽ ജന്നത ഖത്താത്തുൻ, സ്വർഗത്തിൽ ഖത്താത്ത് പ്രവേശിക്കുകയില്ല.
ആരാണ് ഖത്താത്ത് എന്ന് പറഞ്ഞാൽ? മഹാന്മാരായ പണ്ഡിതന്മാർ സ്വഹാബികളുടെ വിശദീകരണത്തെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഹുവ അന്നമ്മാമുൽ ലദീ യുഫ്സിദുൽ അലാഖാത്ത് ബൈനൻ നാസി ബിന്നമീമ. ആളുകൾക്കിടയിലുള്ള ബന്ധങ്ങളെ വഷളാക്കുവാൻ, അതിനെ നശിപ്പിക്കുവാൻ വേണ്ടി ഏഷണി പറഞ്ഞുകൊണ്ട് നടക്കുന്നവനെയാണ് ഖത്താത്ത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ആളുകൾക്കിടയിലെ ബന്ധങ്ങൾ വഷളാക്കുക, ഏറ്റവും അടുത്ത ബന്ധങ്ങളിലും അതല്ലാത്ത ബന്ധങ്ങളിലും സാഹോദര്യ ബന്ധങ്ങളിലും സംഘടനാ ബന്ധങ്ങളിലും അങ്ങനെ തുടങ്ങുന്ന എല്ലാ ബന്ധങ്ങളും, അത്തരം ബന്ധങ്ങളിൽ ആളുകളുടെ മനസ്സുകൾ പരസ്പരം അകൽച്ചയിലെത്തിക്കുവാനും അങ്ങനെ അവർ തമ്മിൽ ശത്രുക്കളാക്കി തീർക്കുവാനും വേണ്ടി ഇടയ്ക്ക് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഏഷണിക്കാരായ ചില ആളുകളുണ്ട്. ഇന്ന് സമൂഹത്തെ വല്ലാതെ അത് ബാധിച്ചിട്ടുണ്ട്. കുടുംബങ്ങൾ തകരുന്നതിന്റെ പിന്നിൽ ഇത്തരം ഒരു ഏഷണിക്കാരനെ നമുക്ക് കാണാം. ഇങ്ങനെ സമൂഹത്തിനിടയിൽ കുഴപ്പമുണ്ടാക്കുവാൻ വേണ്ടി, പ്രശ്നമുണ്ടാക്കുവാൻ വേണ്ടി പണിയെടുക്കുന്ന ഒരുവൻ, അവൻ നിസ്കരിക്കുന്നവനാണെങ്കിലും നോമ്പെടുക്കുന്നവനാണെങ്കിലും ശരി, അത്തരം ആള് സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എൻ്റെ ഒരു വാക്കുകൊണ്ട് അവർ തമ്മിൽ അകലാൻ, അവർ തമ്മിൽ പ്രശ്നമുണ്ടാവാൻ, അവരുടെ ബന്ധം വഷളാവാൻ കാരണമാകുമോ എന്ന് ചിന്തിക്കണം നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പ്. പലപ്പോഴും പിണങ്ങി നിൽക്കുന്ന ആളുകൾ, പരസ്പരം ബന്ധം വഷളായി നിൽക്കുന്ന ആളുകൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കലാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും നല്ല പണിയെന്നാണ്. ആ സമയത്ത് അല്പസ്വല്പം കളവൊക്കെ പറയുക വരെ ചെയ്യാമെന്നാണ്. എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ ഇസ്ലാഹ് നടത്തലാണ് ഒരു വിശ്വാസിയുടെ പ്രത്യേകത. എന്നാൽ ആളുകളുടെ ബന്ധങ്ങൾ അകറ്റിക്കൊണ്ടേയിരിക്കുക ചില മനുഷ്യന്മാർക്ക് അങ്ങനെയാണ്. അത്തരം ചില ആളുകൾ, അവരുടെ പ്രവർത്തനങ്ങൾ കാരണം അവർ നരകത്തിലായിരിക്കുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അത്തരം ദൂഷ്യവശങ്ങളുള്ള ആളുകളെ കണ്ടാൽ ശ്രദ്ധിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടാക്കുന്നവരെ കണ്ടാൽ ശരിക്കും മനസ്സിലാക്കുകയും അത്തരം ആളുകളെ അകറ്റി നിർത്തുകയും വേണം. ഇല്ലെങ്കിൽ സമൂഹത്തിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നതാണ്. അപ്പൊ ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. മറ്റൊന്ന് സ്ത്രീകളുമായി ബന്ധപ്പെട്ടതാണ്. സ്ത്രീകളുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങൾ പറയാം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രവാചകന്റെ വാക്ക്, സലാസുൻ, മൂന്നാളുകൾ ലാ യദ്ഖുലൂനൽ ജന്ന, അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. മൂന്ന് ആളുകൾ. അതിൽ ഒരാളെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞതാണ്, അൽ ആഖുലി വാലിദൈ, മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നവർ. മറ്റൊന്നാണ് വൽ മർഅത്തുൽ മുതറജ്ജിലതു അൽ മുതശബ്ബിഹതു ബിർരിജാൽ, പുരുഷന്മാരോട് സദൃശ്യമാകുന്ന സ്ത്രീകൾ. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഹദീസുകൾ നമുക്ക് വായിക്കാൻ കിട്ടും. ഹദീസുകളിൽ പറയപ്പെട്ട വാചകം, അൽ മർഅത്തുല്ലതി തതശബ്ബഹു ബിർരിജാൽ ഫീ ശക്ലിഹിം വഹൈഅതിഹിം, രൂപത്തിലും വേഷവിധാനത്തിലും പുരുഷനെ പോലെ പ്രവർത്തിക്കുന്ന സ്ത്രീ, അവൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നാണ്. ഇന്ന് വളരെ ഗൗരവത്തിൽ കാണേണ്ടുന്ന വാക്കാണത്. ഇന്ന് പൊളിറ്റിക്സിന്റെ ഭാഗമായി കടന്നു വന്ന ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയപ്പെടുന്ന ആധുനിക വർത്തമാനം ഉണ്ടല്ലോ, ഈക്വാലിറ്റി എന്ന പേരിൽ പറയപ്പെടുന്ന ആധുനിക വർത്തമാനം, സ്ത്രീയും പുരുഷനും തമ്മിൽ സമത്വമാണ് വേണ്ടത്, അത് ഏതു മേഖലയിലും സമത്വം വേണം എന്ന് പറയപ്പെടുന്ന തരത്തിലുള്ള പട്ടിൽ പൊതിഞ്ഞ വിഷം ഈ സമൂഹത്തിനിടയിൽ ഇങ്ങനെ നിരന്തരം വാരി വിതറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്കൊരു ഐഡന്റിറ്റി ഉണ്ട്. ആ ഐഡന്റിറ്റി സ്ത്രീത്വത്തിൻ്റെതാണ്. അതവൾ കാത്തു സൂക്ഷിക്കാൻ ബാധ്യസ്ഥയാണ്. ഒരു പുരുഷന് അവന്റെ ഐഡന്റിറ്റി പൗരുഷമാണ്, പുരുഷത്വമാണ്. അതവൻ കാത്തു സൂക്ഷിക്കൽ അവൻ അത്യന്താപേക്ഷിതമാണ്. ആണ് പെണ്ണാകലും പെണ്ണ് ആണാകലും വേഷം കെട്ടുന്ന സ്വഭാവം അതൊരു നല്ല ആൾക്ക്, ഐഡന്റിറ്റി ഉള്ള ആൾക്ക്, വ്യക്തിത്വമുള്ള ആൾക്ക് യോജിച്ചതല്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സ്വർഗത്തിൽ പ്രവേശിക്കാത്ത ഒരു കൂട്ടം സ്ത്രീകൾ, അവരുടെ പ്രത്യേകത
അവർ മുത്തറജ്ജിലത്താണ് എന്നാണ്. മുത്തറജ്ജില എന്ന് പറഞ്ഞ റജുലാകാൻ ശ്രമിക്കുന്ന പെണ്ണ് എന്നാണ്. പുരുഷനാകാൻ വേണ്ടി അതേ പുരുഷൻ ഇടുന്ന കുപ്പായൊക്കെ നിട്ടു നോക്കാം. ഇന്നിപ്പോ റീൽസിന്റെ കാലഘട്ടത്തിൽ എന്തും ചെയ്യുന്നതിന് മടിയില്ലാത്ത അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. വേഷവിധാനത്തിൽ പുരുഷനെ പോലെ വേഷം ധരിക്കുന്ന സ്ത്രീ, അതുപോലെ തന്നെ അത്തരം പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോകുന്ന സ്ത്രീകൾ, അത് രൂപത്തിലാണെങ്കിലും മറ്റേത് രൂപത്തിലാണെങ്കിലും ശരി, അത്തരം സ്ത്രീകൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിന്റെ കൂട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു വിഭാഗം സ്ത്രീകളാണ്. ആ സ്ത്രീകളുടെ പ്രത്യേകത അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. രണ്ട് വിഭാഗം ആളുകളെ കുറിച്ച് വല്ലാത്തൊരു ആക്ഷേപമാണ് അല്ലാഹു റസൂൽ അവരെ കുറിച്ച് പറഞ്ഞത്. രണ്ട് വിഭാഗം ആളുകൾ, ഞാൻ അവരെ കണ്ടിട്ടില്ല എന്നാണ് റസൂൽ പറഞ്ഞത്. ഞാൻ അവരെ കണ്ടിട്ടില്ല. ചില ഹദീസുകളുടെ ടെക്സ്റ്റുകളിൽ എന്നെ അവരെ കാണിക്കല്ലേ എന്ന് പറഞ്ഞതുപോലെ ഒരു പ്രാർത്ഥനയുടെ രൂപമുണ്ടായിട്ടുണ്ട് എന്നൊക്കെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്ന കാണാം. അതിലൊരു വിഭാഗം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിസാഉൻ കാസിയ, സ്വർഗത്തിൽ അവർ പ്രവേശിക്കില്ല. ആരാണ് ആ സ്ത്രീകൾ? കാസിയാത്തുൻ ആരിയാത്ത്. കാസിയാത്തുൻ ഫിൽ ഹഖീഖത്തി ആരിയാത്തുൻ, അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷേ യഥാർത്ഥത്തിൽ അവർ നഗ്നകളാണ്. ഒന്നാമത്തെ വേർഡ് റസൂലുള്ളാഹിന്റെ വാക്കതാണ് കാസിയാത്തുൻ ആരിയാത്തുൻ, വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷെ നഗ്നകളാണ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികളോട് പറയാൻ, നിശ്ചയിക്കപ്പെട്ട വസ്ത്രം ഒരു സ്ത്രീ നിർബന്ധമായും മറച്ചിരിക്കണമെന്ന് പറഞ്ഞ വസ്ത്രധാരണം, ആ വസ്ത്രധാരണത്തിൽ പുതിയ ഡ്രസ് കോഡുകൾ കടന്നു വന്ന്, നിങ്ങൾ ശ്രദ്ധിച്ചോളേ, നമ്മുടെ പെൺകുട്ടികൾ +1-നും +2-നും ഡിഗ്രിക്കും ഒക്കെ പഠിക്കുന്ന പെൺകുട്ടികൾ അവരിടുന്ന യൂണിഫോം, ആ യൂണിഫോമിൽ എന്തുകൊണ്ടാണ് പെൺകുട്ടികളുടെ ഈ ചുരിദാറിന്റെ കൂടെ ധരിക്കുന്ന പാൻറ് അതെങ്ങനെയാണ് നെരിയാണിക്ക് മേലേക്ക് പൊന്തിപ്പോവുക? ഞാനൊരു കോളേജിന്റെ പ്രിൻസിപ്പാളാണ്. വളരെ ശക്തമായി പെൺകുട്ടികളോട് ആ വിഷയം ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ. നെരിയാണിക്ക് മേലേക്ക് പോണ പെൺകുട്ടികളുടെ പാൻറ്, അവൾ എങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്ത്രീകൾ അവരുടെ കുപ്പായം, അവരുടെ ഡ്രസ്സ്, അവർ ധരിക്കുന്ന വസ്ത്രം അത് നെരിയാണിക്ക് താഴേക്ക് ഇറക്കിയിടണം, ഒരു ചാണെങ്കിലും ഇറങ്ങട്ടെ എന്നാ പറഞ്ഞത്. ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ മഹദി അവர்கள் ചോദിച്ചു, നബിയെ, ചില സ്ത്രീകൾ നടക്കുമ്പോ ഈ നെരിയാണിക്ക് അല്പം ഇറക്കമുള്ളല്ലോ, നടക്കുമ്പോൾ കാല് കാണുന്നുണ്ടല്ലോ നബി, എപ്പം തയ്യ? അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒരു മുഴം താഴ്ത്തിയിടട്ടെ, ഒരു മുഴം താഴ്ത്തിയിടട്ടെ. എന്റെ മുന്നിലിരിക്കുന്ന സഹോദരന്മാരോട്, ഭർത്താക്കന്മാരോട്, ഉപ്പമാരോട്, സഹോദരങ്ങളോട് ഞാൻ പറയാൻ, നിങ്ങളെ വീട്ടിലെ സ്ത്രീകൾ, പെൺകുട്ടികൾ അവരുടെ വസ്ത്രധാരണത്തെ കുറിച്ച് ശ്രദ്ധിക്കണം, അവിടെ നോക്കണം. എന്റെ പെങ്ങൾ അവൾ സ്കൂളിലേക്ക് പോകുമ്പോൾ അവരുടെ ചുരിദാറിൽ, അവരുടെ പാന്റിന്റെ ഇറക്കം എത്രയാണ് ശ്രദ്ധിക്കണം. വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷെ നഗ്നകൾ എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. രണ്ട് കാര്യങ്ങളാണ്. ഒന്നെങ്കിൽ ശരീരത്തിന്റെ നിറം പുറത്തു കാണുന്ന രൂപത്തിലുള്ള റഖീഖായ വസ്ത്രമായിരിക്കും അവർ ധരിക്കാം, റഖീഖ് നേർത്ത വസ്ത്രം. അല്ലെങ്കിലോ വയ്യകായ വസ്ത്രം, ശരീരത്തിന്റെ ഭാഗങ്ങൾ പുറത്തേക്ക് പ്രകടിപ്പിക്കുന്ന തരത്തിലുള്ള ഇടുങ്ങിയ വസ്ത്രമായിരിക്കും. അല്ലെങ്കിൽ മറക്കാൻ പറഞ്ഞത് കൃത്യമായി മറച്ചിട്ടുണ്ടാവില്ല. ഈ രൂപത്തിൽ വസ്ത്രധാരണം നടത്തുന്ന സ്ത്രീകൾ വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിലും അവർ നഗ്നകളാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചോ, ലാ യദ്ഖുൽനൽ ജന്ന വലാ യജിദ്ന റീഹഹാ, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കില്ല, സ്വർഗ്ഗത്തിന്റെ സുഗന്ധം പോലും അവർ ആസ്വദിക്കില്ല. സുബ്ഹാന റബ്ബി, എൻ്റെ ഭാര്യ, എൻ്റെ പെങ്ങൾ, എൻ്റെ ഉമ്മ, എൻ്റെ സഹോദരങ്ങൾ അവരൊക്കെ ഈ രൂപത്തിലാണോ എന്ന് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്. എൻ്റെ കൂടെ ജീവിക്കുന്ന പെണ്ണ് സ്വർഗത്തിൽ പോകാൻ പാടില്ലാത്ത രൂപത്തിലുള്ള പ്രവർത്തനമാണോ അവൾക്കുള്ളത്? എൻ്റെ കൂടെ ജീവിക്കുന്ന എൻ്റെ സഹോദരി, ആ സഹോദരി സ്വർഗത്തിൽ നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനമാണോ അവൾക്കുള്ളത്? ശ്രദ്ധിക്കണം. ഒരു പുരുഷൻ, ഒരു ഉപ്പ, ഒരു സഹോദരൻ ബാധ്യതയാണ്. അടുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കെന്നറിയോ? മാഇലാത്തുൻ മുമീലാത്തുൻ, മാഇലാത്തുൻ മുമീലാത്തുൻ.
മറ്റൊരാളെ ആകർഷിക്കാൻ വേണ്ടി ചാഞ്ഞും ചെരിഞ്ഞും നടക്കുന്നവർ, മറ്റൊരാളെ ആകർഷിക്കാൻ, തന്നിലേക്ക് ആകർഷിക്കാൻ വേണ്ടി ചാഞ്ഞും ചെരിഞ്ഞും നടക്കുന്നവർ, അവരുടെ തല ഉയർന്നിങ്ങനെ നിൽക്കുന്ന, ഒട്ടകത്തിന്റെ പൂഞ്ഞിലിങ്ങനെ ചാഞ്ഞു നിൽക്കണ മാതിരി. ഹദീസ് വിശദീകരിക്കുന്ന ആളുകൾ പറയുന്നത്, മുടി, അവരുടെ മുടിയെല്ലാം കൊണ്ടുവന്നിങ്ങനെ വലിപ്പത്തിൽ ഇങ്ങനെ കെട്ടി ഉയർത്തി നിർത്തുന്ന സ്ത്രീകൾ എന്നാണ്. ഈ അടുത്ത കാലത്ത് ട്രെൻഡായ ഒരു ഹിജാബ് ഉണ്ട്. ഹിജാബും ശ്രദ്ധിക്കേണ്ടതാട്ടോ, അതിലൂടെ ഒക്കെ ശൈത്താൻ കയറി വരുന്നുണ്ട്. അതിനെന്താ, ആകെ തലയുടെ പുറത്ത് ആദ്യം ഒരു പുതപ്പ് കെട്ടുക, വലിയ പുതപ്പും കണ്ട് കെട്ടുക, അതിന്റെ പുറത്തൊരു ഹിജാബ് വെക്കുക. അപ്പൊ തല ഇങ്ങനെ പൊന്തി നിൽക്കും ശരിക്ക്. ഈ രൂപത്തിലൊക്കെയുള്ള ഹിജാബാണ് ധരിച്ചിട്ടുള്ളത്. പിന്നുള്ളത് ഇതുപോലെ ഇങ്ങനെ പൊന്തിച്ചു വെക്കുക. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ മുടി, ആ മുടിയുടെ ഭാഗം മുഴുവനും കാണുന്ന രൂപത്തിലേക്കാക്കി വെക്കുക. ഈ രൂപത്തിലൊക്കെയുള്ള വസ്ത്രധാരണങ്ങൾ, ഇതൊരു പക്ഷെ ശബ്ദം കേൾക്കുമ്പോൾ, എന്റെ വർത്തമാനം കേൾക്കുമ്പോൾ, ഇത് പുറത്ത് യൂട്യൂബിലൂടെ കേൾക്കുന്ന ആളുകളിൽ ലിബറൽമാരുണ്ടാവും, ദീനിനോട് ദേഷ്യമുള്ളവരുണ്ടാകും. ഓലുടനെ ട്രോളും. ഒരു പറയും, കണ്ടോ ഇസ്ലാമിൽ അങ്ങനെയാണ്, ഇങ്ങനെ. അങ്ങനെ തന്നെയാണ് ഇസ്ലാം. അത് അംഗീകരിക്കാൻ പറ്റുന്നവൻ മുസ്ലിമായ മതിയും. റളിതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ നബിയ്യ. ഇത് രാവിലെയും വൈകുന്നേരവും 3 പ്രാവശ്യം നെഞ്ചിലേക്ക് ചേർത്തുകൊണ്ട് പ്രഖ്യാപിക്കുന്നവരാണ് വിശ്വാസി. അവൻ അല്ല പറഞ്ഞതും റസൂല് പറഞ്ഞതും മാത്രമേ ദീനുള്ളൂ. അല്ലാത്ത ഒരുത്തന്റെയും വർത്തമാനത്തിൽ ഒരാക്ഷേപകന്റെയും ആക്ഷേപത്തെ ഭയപ്പെടില്ല. ഒരാക്ഷേപകന്റെ ആക്ഷേപത്തെയും ഭയപ്പെടുന്നില്ല. ദീൻ ദീനായി പറയും. ദീൻ ദീനായി പറയണം, പഠിക്കണം. അതിനെ ട്രോളന്മാര് ട്രോളുകയോ, ലിബറന്മാര് കളിയാക്കുകയോ, എക്സ് എമു എന്ന് വിളിക്കപ്പെടുന്ന കുറെ ടീമുകൾ അവർ ഒരുപക്ഷെ പരിവശിക്കുകയും ഒക്കെ ചെയ്യാം. പക്ഷെ അതൊന്നും നമ്മളുടെ വിഷയമല്ല. എന്റെ സ്വർഗം നഷ്ടപ്പെടുത്തുന്ന ഒരു പണിക്കും ഞാൻ ഉണ്ടാവില്ല എന്നൊരു വിശ്വാസം തീരുമാനിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ. അവിടെയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്ക്, ഈ സ്വഭാവമുള്ള സ്ത്രീകൾ സ്വർഗത്തിന്റെ പരിമളം പോലും ആസ്വദിക്കില്ല എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്വാദിഖുൽ മസ്തൂഖായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന വാക്കാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിച്ചു നോക്കണം. ഇനി അതുപോലെ തന്നെ സ്വർഗം നഷ്ടപ്പെടുത്തുന്ന മറ്റൊരു പ്രവർത്തനമുണ്ട്. അത് നമ്മളുടെ സമ്പത്തുമായി ബന്ധപ്പെട്ടതാണ്. അതിന്റെ ഒരു ഭാഗം ഞാൻ കഴിഞ്ഞ ഖുത്ബയിൽ സൂചിപ്പിച്ചിരുന്നു, കൊടുത്തത് എടുത്തു പറയുന്ന സ്വഭാവം. മറ്റൊന്നാണ് ഹറാം ഭക്ഷിക്കുന്ന സ്വഭാവം. ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ഹറാമാണോ ഹലാലാണോ എന്ന് നോക്കിയിട്ടാണ് പരിശോധിക്കേണ്ടത്. പരിശോധിച്ചിട്ട് വേണം ചെയ്യാൻ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബ് ബിൻ ഉജ്റത്ത് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് അദ്ദേഹത്തോട് പറയുന്നു, യാ കഅബ് ബിൻ ഉജ്റ, ഇന്നഹു ലാ യദ്ഖുലുൽ ജന്നത ലഹ്മുൻ വദമുൻ നബത അലാ സുഹ്തിൻ അന്നാറു ഔലാ ബിഹി. ഓ കഅബ് ബിൻ ഉജ്റ, സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല ലഹ്മുൻ വദമുൻ, ഒരു മാംസവും രക്തവും, നബത, അത് രണ്ടും ഉണ്ടായിരിക്കുന്നു, വളർന്നിരിക്കുന്നു, അലാ സുഹ്തിൻ, ഹറാമിന്റെ മേൽ. ഹറാമിന്റെ മേൽ വളർന്ന ഉണ്ടായ ഒരു ശരീരം, അതിനെ മറ്റ് ഹദീസുകളിൽ ജസദ് എന്ന് പറഞ്ഞത് തന്നെ കാണാം. ആ ശരീരം, രക്തവും മാംസവും അതൊന്നും സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്ന് മാത്രമല്ല, അന്നാറു ഔലാ ബിഹി, ആ ശരീരത്തിന് ഏറ്റവും യോജിച്ച ഇടം നരകമാണ് എന്നാണ്. ശ്രദ്ധിക്കണേ, ഞാൻ തിന്നുന്ന സമ്പത്തിൽ ഹറാമുണ്ടോ ഇല്ലേ എന്ന് ഞാൻ പരിശോധിക്കണം. ഹറാമായ സമ്പത്താണോ? എന്റെ സമ്പത്തിൽ പലിശ വന്നിട്ടുണ്ടോ? എന്റെ സമ്പത്തിൽ കൈക്കൂലി കടന്നു വന്നിട്ടുണ്ടോ? എന്റെ സമ്പത്തിൽ അന്യായമായ ഒരു പൈസയെങ്കിലും കടന്നു വന്നിട്ടുണ്ടോ?
ഏതെങ്കിലും രൂപത്തിൽ കൊള്ളലാഭമെടുത്തോ അമിതമായി തട്ടിപ്പ് നടത്തിയോ ഒക്കെ ഉള്ള പൈസ എന്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ടോ എന്ന് ഞാൻ പരിശോധിക്കണം. ഇല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന സമ്പത്ത്, ആ സമ്പത്തിനാൽ ഉണ്ടാകുന്ന ശരീരം, അത് നരകമാണ് ഏറ്റവും യോജിച്ചത് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സാമ്പത്തികമായി ശ്രദ്ധിക്കണം. ഞാൻ കുറേ പറഞ്ഞു. നമ്മുടെ സ്വഭാവം, അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ, ഇതിലെല്ലായിടത്തും നരകത്തിലേക്ക് നമ്മളെ തള്ളിവിടുന്ന, സ്വർഗം നമുക്ക് നഷ്ടപ്പെടുത്തുന്നതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുന്നത് ദയ്യൂസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. എൻ്റെ മുന്നിലിരിക്കുന്ന മുഴുവൻ രക്ഷകർത്താക്കളോട് ഞാൻ പറയാം, ഇവിടുന്ന് നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്, ഞാൻ ദയ്യൂസാണോ അല്ലേ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗത്തിൽ പ്രവേശിക്കില്ല ദയ്യൂസ്. ദയ്യൂസ് സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്ന് അള്ളാഹുവിന്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ദയ്യൂസ്, അത്ഭുതമായി. ആരാണ് ഈ ദയ്യൂസ്? ആരാണ് ദയ്യൂസ്? ആ ഹദീസ് വിശദീകരിക്കാൻ നമുക്ക് മനസ്സിലാക്കാം. ദയ്യൂസ് ആരാണ്? ഹുവല്ലദീ യർദസ്സൂഅ വയുഖിറു ബിൽ ഫാഹിശത്തി ഫീ അഹ്ലിഹി ഫലാ യകൂനു ഇൻദഹു ഗൈറഹു അലാ അഹ്ലിഹി. ആരാണ് ദയ്യൂസ്? ശരിക്ക് ശ്രദ്ധിച്ചോളണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കെന്താണ്? ദയ്യൂസ് സ്വർഗ്ഗത്തിൽ കിടക്കില്ല. ആരാണ് ദയ്യൂസ്? മോശമായ കാര്യത്തെ തൃപ്തിപ്പെടുന്നവൻ, തന്റെ കുടുംബത്തിൽ വൃത്തികേട് നടക്കുമ്പോൾ അത് അംഗീകരിച്ചു കൊടുക്കുന്നവൻ, അതിനോട് ഒരു തരത്തിലുള്ള ഈർഷ്യതയും കാണിക്കാതെ അതിനോട് സമരസപ്പെട്ടു കൊടുക്കുന്ന രക്ഷകർത്താവ് ആരാണോ അവന്റെ പേരാണ് ദയ്യൂസ്. സ്വന്തം കുടുംബത്തിൽ മോശം പണി നടക്കുമ്പോൾ, അനിസ്ലാമിക പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ, വൃത്തികേട് നടക്കുമ്പോൾ സമ്മതിച്ചു കൊടുത്തു മിണ്ടാതിരിക്കുന്ന രക്ഷിതാവ് ആരോ അവന്റെ പേരാണ് ദയ്യൂസ്. അവൻ സ്വർഗത്തിൽ പ്രവേശിക്കില്ല. അപ്പമാരൊക്കെ പറയും, ഞാൻ എന്താ കാട്ടാ, കുട്ടികളൊക്കെ അങ്ങനെ ആയി പോയി, ഇനിയിപ്പൊ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയാം. അല്ല, ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്, ആ വീട് ആരുടേതാണ്? എന്റേതാണ്. ഈ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട്. ഓൾക്ക് ഭക്ഷണം കൊടുക്കണതാരാ? ഈ എന്നെ. അപ്പൊ വീട് എന്റേത്, ഭക്ഷണം കൊടുക്കണ ഈ. എന്നാൽ ആ വീട്ടിന്റെ ഉള്ളിൽ അള്ളാന്റെ ദീനിനെതിരായ പ്രവർത്തനം നടന്നിട്ട് മിണ്ടാൻ കഴിയാത്തവനാണോ നീ? നിന്റെ പേരാണ് ദയ്യൂസ്. കൂടിക്കൊടുക്കാം. ആ രക്ഷിതാവ് സ്വർഗത്തിൽ പ്രവേശിക്കില്ല, ആ രക്ഷകർത്താവ് സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. നിസ്കരിക്കുന്ന ആളുകൾ തന്നെയാണ്, നോമ്പെടുക്കുന്ന ആളുകൾ തന്നെയാണ്. അള്ളാഹു വിട്ടുകൊടുത്താൽ ഒരുപക്ഷെ സ്വർഗം കിട്ടാം. പക്ഷെ റസൂലുള്ളാഹിന്റെ വാക്ക് വലിയ ഗൗരവമുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്വന്തം വീട്ടിൽ അത്തരം പണി നടക്കുന്നില്ല എന്നുറപ്പിക്കണം. എന്റെ മക്കൾ, എന്റെ കുടുംബത്തിലെ ആളുകൾ, അവർ അള്ളാഹുവിന്റെ ദീനിനെ ചവിട്ടി മരിക്കുന്നവരല്ല, ആ കൽപ്പനക്ക് ധിക്കാരം പ്രവർത്തിക്കുന്നവരല്ല എന്നുറപ്പിക്കേണ്ട ബാധ്യത എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹസ് സമാവാതു വൽ അർദു ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ. നിങ്ങൾ വേഗത്തിലാവണം, ധൃതി കാണിക്കണം. മരണം എപ്പോഴാണ് വരുന്നത് അറിയാൻ പറ്റില്ല. പെട്ടെന്ന് വേണം. പെട്ടെന്ന് സ്വർഗത്തിലേക്ക് എത്താനും അള്ളാന്റെ പാപമോചനം കിട്ടാനും നിങ്ങൾ ധൃതി കാണിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയനൽ ഹബീബ് മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد اتقوا الله عباد الله. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ കൽപ്പനകൾക്കനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ ആവശ്യമായതെല്ലാം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരെണ്ണവും പഠിപ്പിക്കാതെ അല്ല ഇവിടുന്ന് പോയത്, സകലതും പഠിപ്പിച്ചിട്ടാണ് പോയത്. നമ്മുടെ ജീവിതത്തിലെ രാവിലെയും വൈകുന്നേരവും ശ്രദ്ധിക്കാനായി, നമ്മുടെ പാകപ്പിഴകൾ പൊറുക്കാനും അതോടൊപ്പം തന്നെ സ്വർഗം ഉറപ്പാക്കാനും പറ്റുന്ന ഒരു പ്രാർത്ഥന ഇന്ന് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്.
സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്നാണ് അതിന് പറയാം. ആ ഹദീസിൽ അത് പറയുന്നതിൻ്റെ പ്രത്യേകത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ ഖാലഹാ ഹീന യുസ്ബിഹ് മൂഖിനൻ ബിഹാ ഫമാത മിൻ യൗമിഹി ദഖലൽ ജന്ന വമൻ ഖാലഹാ ഹീന യുംസി മൂഖിനൻ ബിഹാ ഫമാത ഫീ ലൈലത്തിഹി ദഖലൽ ജന്ന. ഈ പറയാൻ പോകുന്ന സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന ഈ പ്രാർത്ഥന ഒരാള് രാവിലെ സുബഹി കഴിഞ്ഞിട്ട് അയാളത് പറയാണ്, വളരെ ഉറപ്പോടുകൂടി ഹൃദയ സാന്നിധ്യത്തോടെ സ്വർഗം കിട്ടുമെന്നുറപ്പോടെ, പാപമോചനം ലഭിക്കുമെന്നുറപ്പോടെ ഒരാൾ രാവിലെ പറഞ്ഞാൽ വൈകുന്നേരത്തിനുള്ളിൽ അയാൾ മരിച്ചാൽ അയാൾ സ്വർഗത്തിലാണ്. അയാൾ വൈകുന്നേരം അത് പറഞ്ഞ് രാത്രി സുബഹിക്ക് മുമ്പ് അയാൾ മരണപ്പെടുകയാണെങ്കിൽ അയാൾ സ്വർഗത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഏതാണ് ആ പ്രാർത്ഥന? വല്ലാത്തൊരു പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ അന്ത റബ്ബി ലാ ഇലാഹ ഇല്ലാ അന്ത ഖലഖ്തനീ വഅന അബ്ദുക വഅന അലാ അഹദിക വവഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ബിദംബി ഫഗ്ഫിർ ലീ ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. ഒരു പ്രാർത്ഥനയാണ്. ശരിക്കിത് പഠിക്കേണ്ട പ്രാർത്ഥനയാട്ടോ. അള്ളാഹുവിനോട് പറയണവൻ, അല്ലാഹുമ്മ അന്ത റബ്ബി, അള്ളാഹുവേ നീയാണ് എൻ്റെ രക്ഷിതാവ്, ലാ ഇലാഹ ഇല്ല അന്ത, നീ അല്ലാതെ ഒരാരാധ്യനും ഇല്ല, ഖലഖ്തനീ വഅന അബ്ദുക, നീ എന്നെ സൃഷ്ടിച്ചു, ഞാൻ നിന്റെ ദാസനാണ്, വഅന അലാ അഹദിക വവഅദിക മസ്തതഅതു, ഞാൻ നിന്നോടുള്ള ഉടമ്പടിയിലും വാഗ്ദാനത്തിലും കഴിവനുസരിച്ച് നിലകൊള്ളുന്നു. അല്ലാഹ് അഊദു ബിക മിൻ ശർരി മാ സനഅതു, ഞാൻ ചെയ്തതിലെ, ഞാൻ പ്രവർത്തിച്ചതിലെ തിന്മ, ആ തിന്മയുടെ ദോഷത്തിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുന്നു. അല്ലാഹ് അബൂഉ ലക ബിനിഅമതിക അലയ്യ, നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെല്ലാം ഞാൻ സമ്മതിക്കുന്നു. അല്ലാഹ് വഅബൂഉ ബിദംബി, ഞാൻ ചെയ്തു പോയ പാപങ്ങളും ഞാൻ സമ്മതിക്കുകയാണ്. ഫഗ്ഫിർലി, നീ എനിക്ക് പുറത്തു തരണേ. ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, നീയല്ലാതെ പാപം പൊറുക്കുന്നവൻ ഇല്ല അല്ലാഹ്. ഈ പ്രാർത്ഥന ഉറപ്പോടുകൂടി, റസൂൽ പറഞ്ഞ വാക്കതാൻ, മൂക്കിനം ബിഹ, ഉറപ്പോടുകൂടി പാപമോചനം ലഭിക്കും, സ്വർഗം ലഭിക്കും എന്ന ഉറപ്പോടുകൂടി ഒരാള് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ അയാൾക്ക് സ്വർഗം ലഭിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളുടെ മൊബൈൽ ഉണ്ടാകും, സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് അടിച്ചു കൊടുത്താൽ, നിങ്ങളുടെ ഗൂഗിൾ സെർച്ചിൽ അടിച്ചു കൊടുത്താൽ തന്നെ ഈ പ്രാർത്ഥന വരും. മലയാളത്തിലെ പ്രാർത്ഥനാ പുസ്തകങ്ങൾ പരിശോധിച്ചാൽ, വീടുകളിലുള്ള രാവിലെയും വൈകുന്നേരത്തെ പ്രാർത്ഥനാ പുസ്തകങ്ങൾ നോക്കിയാൽ അതിലും ഇത് കിട്ടും. സയ്യിദുൽ ഇസ്തിഗ്ഫാർ ശരിക്കും പഠിക്കണം. പഠിച്ച് അത് ചൊല്ലി എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും മുടങ്ങാതെ ഉറപ്പോടെ അത് ചൊല്ലണം എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ പള്ളിക്ക് വേണ്ടിയിട്ടുള്ള സ്വതക്കയാണ്. എല്ലാവരും അതിനോട് നല്ല രൂപത്തിൽ പ്രതികരിക്കണം. നമ്മൾ വന്ന് ജുമാഅക്ക് വരുന്ന, അതുപോലെ ജമാഅത്തിന് വരുന്ന പള്ളിയാണ്. ആ പള്ളിയുടെ അറ്റകുറ്റപ്പണികൾ, ദൈനംദിന പ്രവർത്തനങ്ങൾക്കൊക്കെയായി ഉപയോഗിക്കപ്പെടുന്ന അള്ളാഹിന്റെ പള്ളിക്ക് വേണ്ടിയുള്ള സ്വതക്കയാണ്. നമ്മളെല്ലാവരും നല്ല രൂപത്തിൽ സ്വതക്ക നൽകണം എന്നുണ്ടെന്നു അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. വന്നുപോയി തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലിയ ആളുകൾക്ക് അള്ളാഹു രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മുസ്ലിമായതിന്റെ പേരിൽ കഷ്ടപ്പെടുന്ന, പീഡിപ്പിക്കപ്പെടുന്ന ആളുകൾ അള്ളാഹുവിന്റെ സഹായം അനുഗ്രഹം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءنا وأعداء الدين بما شئت وكيف شئت يا ذا الجلال والإكرام. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين.